ചേട്ടൻ, ഇനി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. മിടുക്കനാണ്. നീ ചോദിക്കടി. ഒരിക്കലും പഴുക്കാത്ത പഴം. ഉത്തരം പറ. ഒരിക്കലും പഴുക്കാത്ത പഴം. ഒരിക്കലും പഴുക്കാത്ത എടി മിടുക്കി, നിന്റെ ചോദ്യം പൊട്ട തെറ്റാണ്. പഴം അതെങ്ങനെയാടി പഴാകുന്നത്? മുട്ടായിക്ക് ഒന്നും പറഞ്ഞ ചേട്ടായി തടി തപ്പാന്ന് വിചാരിക്കേണ്ട. ഉത്തരം പറ, അല്ലെങ്കിൽ തോൽവി സമ്മതിക്ക്. പൊട്ട ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഞാനെന്താ പൊട്ടനാണോ? ചേട്ടായി, നമ്മൾ കടങ്കഥയാണ് കളിക്കുന്നത്. ഇതിന് ഉത്തരം പറ. ചോദ്യം മാറ്റി ചോദിക്ക്, ഞാൻ ഉത്തരം പറയാം. ചേട്ടായി തോൽവി സമ്മതിക്ക്. ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. എന്റെ ചോദ്യം തെറ്റാണെന്ന് ഞാൻ ഉറക്കി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോക്കാൻ മനസ്സില്ല. ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ ചോദ്യം തെറ്റാണെന്ന് സ്ഥാപിക്കുക. എന്താ മക്കളെ രാവിലെ ഒരു വാഗ്വാദം? ആൻഡപ്പൻ ചേട്ടാ, ഞങ്ങൾ കടങ്കഥ കളിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചു. ചേട്ടായിക്ക് ഉത്തരം അറിയില്ല, തോൽവി സമ്മതിക്കുന്നതുമില്ല. ചോദ്യം തെറ്റാണെന്ന് സ്ഥാപിക്കുക. ആൻഡപ്പൻ ചേട്ടാ, ഞാൻ പറയാം. പൊട്ട ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? ചോദ്യം കേൾക്കണോ? ഒരിക്കലും പഴുക്കാത്ത പഴം പഴുക്കാതെ എങ്ങനെയാ ചേട്ടാ പഴാകുന്നത്? നിർമ്മൽ മോനെ, നീ ആലോചിക്കേ. കടങ്കഥ ഏതാണെങ്കിലും ആ ചോദ്യത്തിൽ ഒരു യുക്തി അടങ്ങിയിട്ടുണ്ടാകും. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആലോചിക്കുമോനെ, ആലോചിക്കേ. കണ്ടോ, ആൻഡപ്പൻ ചേട്ടന് ശരിക്കും നല്ല വിവരമുണ്ട്. സ്നേഹമോളെ, ശരി ഉത്തരം ഈ പാവം ചേട്ടൻ പറഞ്ഞാൽ എന്ത് തരും ചേട്ടന്? ശരി ഉത്തരം പറഞ്ഞാൽ എന്റെ പോക്കറ്റ് മണിയിൽ നിന്നും 100 രൂപ ചേട്ടന് തരും. ശരി, പൈസ എടുത്തുകൊണ്ട് വാ, ചേട്ടൻ ഉത്തരം പറയാം. ചേട്ടൻ ഉത്തരം പറ. ശരി ഉത്തരമാണെങ്കിൽ ക്രിസ്മസിന് ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. ക്രിസ്മസ് ദിവസം ചേട്ടന് 100 രൂപ ഈ സ്നേഹമോൾ തരുന്നതായിരിക്കും. അത് വേണ്ട ചേട്ടാ, അവധിയൊന്നും കേൾക്കണ്ട. ഇവൾ ചേട്ടനെ കളിപ്പിക്കും. ഈ പറഞ്ഞത് ചേട്ടായുടെ സ്വഭാവം. ചേട്ടൻ ഉത്തരം പറ. ഈ സ്നേഹമോൾ വാക്ക് പാലിക്കും. ഒരിക്കലും പഴുക്കാത്ത പഴം, ആലിപ്പഴം. ശരി ഉത്തരം. ആൻഡപ്പൻ ചേട്ടൻ 100 രൂപ നേടിയിരിക്കുന്നു. മണ്ട ശിരോമണികൾക്ക് എന്തറിയാം, അല്ലേ ചേട്ടാ? ദേ, എന്നെ മണ്ടശോമെന്ന് വിളിച്ചാണ്ടല്ലോ. മതി മതി, ഇതിനി വഴക്കൊന്നും വേണ്ട. അല്പം ആലോചിച്ചാൽ ആർക്കും ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ. മോനെ, ആരോ വിളിക്കുന്നല്ലോടാ. ആരാണെന്ന് നോക്കിക്കേ. ആ മമ്മി പറഞ്ഞോളൂ. നാളെ എത്തുമെന്നോ? ഓക്കെ മമ്മി. ശരി മമ്മി, ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് അടിച്ചു വിളിക്കണ്ടേ? ഓക്കെ മമ്മി, താങ്ക് യു മമ്മി. ഓക്കെ ഓക്കെ, ബൈ. സ്നേഹ, അപ്പച്ചാ, അമ്മച്ചിയേ, ഡാഡി മമ്മി നാളെ എത്തുമെന്ന്. ഈ വർഷത്തെ ക്രിസ്മസ് അപ്പച്ച അതിഗംഭീരമാക്കണം. ആൻഡപ്പൻ ചേട്ടാ, തുടങ്ങിക്കോ ഒരുക്കങ്ങൾ. എന്താ ഇവിടെ ഒരു കാർച്ചയും ബഹളവും ഒക്കെ കേട്ടത്? അത് ഡാഡിയും മമ്മിയും നാളെ എത്തുമെന്ന്. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം പൊടി പൊടിക്കണം, ഇല്ലേ അപ്പച്ചാ? തീർച്ചയായും. 4 പെൺമക്കളെയും ഒരാൺതരിയെയും വളർത്തിപ്പടിപ്പിച്ചു വലുതാക്കി. പെൺമക്കളെ വിവാഹപ്രായത്തിൽ തന്നെ മാന്യമായി പറഞ്ഞയച്ചു. ഒരുവനുള്ളവൻ വളർന്നു വലുതായി, വിവാഹിതനായി, നല്ല ഉദ്യോഗസ്ഥനായി. ഭാര്യയും അവനും വിദേശത്ത്. 2 വർഷമായി അവരുടെ ഈ 2 മക്കൾ ഇവിടെയുണ്ട്. അത്രയും ആശ്വാസം. ദേ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ വീട്ടിൽ നമ്മുടെ മക്കൾ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് എത്ര കാലങ്ങളായി. അത് പിന്നെ അമ്മച്ചി, 4 പെൺമക്കളും കുടുംബവും നമ്മുടെ നാടിന്റെ 4 ദിക്കില്. ഒരുവനുള്ളവൻ വിദേശത്തും. പിന്നെങ്ങനെയാ? ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗം. പക്ഷെ ഒന്നുണ്ട്, നിഷ്കളങ്കമായ ഒരു കുടുംബജീവിതത്തിന്റെ പരിശുദ്ധി നമുക്ക് കൈമോശം വന്നിരിക്കും. അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒത്തുചേരുന്ന ക്രിസ്മസ്, ഈസ്റ്റർ, ഓണവും മറ്റ് സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ലാതെയായി. സഹോദരങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. മാതാപിതാക്കൾ മക്കളെ കണ്ടുമുട്ടുന്നത് ചിലപ്പോൾ മരണക്കിടക്കയിൽ. പുരാണങ്ങൾ പറയുന്ന സമയം പോലെ അപ്പച്ചനും അമ്മച്ചിയും ചെയ്തോ. ഇപ്പോൾ ഈ ക്രിസ്മസ് എങ്ങനെ അടിച്ചു പൊളിക്കാമെന്ന് ചിന്തിക്കാം. അതെ, പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, അലങ്കാരങ്ങൾ, പടക്കങ്ങൾ, ഭക്ഷണത്തിന് കൂടുതൽ വിഭവങ്ങൾ എല്ലാം വേണം. ഈ ക്രിസ്മസ് ദിനത്തിൽ
നമ്മുടെ മുഴുവൻ മക്കളും ഒരുമിച്ച് കൂടണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്. ദേ, അപ്പച്ചനുമില്ലേ ഇങ്ങനെ ഒരാശ? എനിക്കില്ലടി. എന്റെ മനസ്സ് കല്ലും തടിയുമൊന്നുമല്ല, മനുഷ്യന്റെ മനസ്സാ. വേണം, അത് വേണം. നമ്മുടെ ഡേവീസ് കുഞ്ഞും ദീപ്തിമോളും വരുന്നുണ്ടല്ലോ. അപ്പോൾ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടണം. എങ്കിൽ ആൻ്റപ്പ, നീ നമ്മുടെ കാറെടുത്ത് പെൺമക്കൾ 4 പേരുടെയും വീട്ടിൽ ചെന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം ഇവിടെ കുടുംബസമേതം എത്തണമെന്ന് അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു വിട്ടു എന്നറിയിക്കണം. നീ ഉടനെ ചെയ്തോ. അതെ, നീ പോയി തിരിച്ചു വന്നിട്ട് വേണം ഇവരെയും കൊണ്ട് പുറത്തു പോയി ഇവർക്ക് പുൽക്കൂടും ട്രീയും ഒക്കെ ഉണ്ടാക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങുവാൻ. അമ്മച്ചി, എല്ലാവരും വരുന്നതല്ലേ? നമുക്ക് വലിയ ക്രിസ്മസ് കേക്ക് ബേക്കറിയിൽ ഓർഡർ കൊടുത്ത് ചെയ്യാം. ക്രിസ്മസിന് നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് അലങ്കരിക്കണം. എന്നാൽ അപ്പച്ച, ഞാൻ പോയി വേഗം തിരികെ എത്താം. അടുക്കളയിലെ വിഭവങ്ങളും കരുതലും എന്തൊക്കെയായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിന്നോട് പറയേണ്ടതില്ലല്ലോ. എന്റെ മക്കൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ എന്തു വേണമെന്ന് എനിക്കറിയാം. കണ്ടടാ കൊച്ചുമോനെ, നിന്റെ വല്യമ്മച്ചിയുടെ ഒരു ഭാവമാറ്റം. മക്കളെല്ലാവരും കൂടി ഒന്നിച്ചുകൂടുമെന്നായപ്പോൾ. അതേന്നേ, അമ്മച്ചിയുടെ ഒരു ഗമ. അമ്മച്ചി വലിയ അഹങ്കാരത്തോടെ പറയുന്ന കേട്ടില്ലേ, എന്റെ മക്കളെന്ന്. എന്താ അമ്മച്ചി, അപ്പച്ചി ഇവിടെ നിന്ന് കാണാതെ പറഞ്ഞാണോ? എടാ കുസൃതി, നിനക്കിട്ട് ഞാൻ ഇന്ന്. അപ്പച്ചൻ എന്ത് പറഞ്ഞാലും ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. മക്കളെ, ഈ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരെയും ഒന്നിച്ച് ഈ വീട്ടിൽ ഒത്തുകൂടി കാണുവാൻ ഒത്തിരി കൊതിച്ചുപോയി. മറ്റേനാള് ക്രിസ്മസ് രാത്രിയിൽ എല്ലാവർക്കും ഒന്നിച്ച് പള്ളിയിൽ പോകുവാനും വീട്ടിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുവാനും ഒത്തിരി ആഗ്രഹിച്ചു പോയി. അതുകൊണ്ടാ. അമ്മച്ചി, ഇതൊക്കെ ഈ നാടിന്റെ പഴഞ്ചൻ സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതിനൊന്നും അവർക്ക് സമയം കണ്ടെത്താനാവില്ല. ഡേവീസ് കുഞ്ഞ്, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് രോഗങ്ങളുടെ പിടിയിൽ നിന്നും വേദനകളുടെ ലോകത്തു നിന്നും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലോകം ഇവിടെ പടുത്തുയർത്തി. അത് തട്ടിത്തെറിപ്പിക്കരുത് മോനെ. എടോ ആൻ്റപ്പ, താൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു. പോരാത്തതിന് ഇവിടുത്തെ ഡ്രൈവറുമാണ്. അതൊക്കെ താൻ ചെയ്തോളൂ. പക്ഷേ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടേണ്ട. മനസ്സിലായോ? അല്ല കുഞ്ഞ്, അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞിൻ്റെ സഹോദരിമാരുടെ അടുത്ത് എന്നെയാണ് പറഞ്ഞയച്ചത്. എല്ലാവരും വലിയ സന്തോഷത്തോടെ നാളെ തന്നെ എത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ. എടോ ആൻ്റപ്പ, ആകെ 10 ദിവസത്തെ ലീവ്. 2 4 ദിവസം ഒരുക്കങ്ങളും യാത്രാ സമയവുമായി പോകും. 5 ദിവസത്തെ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് വിവിധ കേന്ദ്രങ്ങളിൽ റൂമുകൾ പോലും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇന്നൊരു ദിവസം ഞങ്ങൾക്കുണ്ട്. അത് ഈ വീട്ടിൽ അപ്പച്ചനോടും അമ്മച്ചിയോടും കൂടെ കഴിയാൻ വളരെ ബന്ധപ്പെട്ടുണ്ടാക്കിയ സമയമാണ്. മക്കളെ, സമയവും കാലവും ഒക്കെ ദൈവം നിശ്ചയിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ ടൂറ് പരിപാടിയിൽ 2 ദിവസം കുറവ് ചെയ്താൽ. അമ്മച്ചി, പ്ലീസ് ഞങ്ങളെ ഈ കാര്യങ്ങളിലൊന്നും കൂടുതൽ കമ്പൽ ചെയ്യരുത്. ക്രിസ്മസ് ദിവസത്തിൽ പോലും ദേവാലയത്തിൽ പോകുവാനോ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ നിങ്ങൾക്ക് സമയം കണ്ടെത്താനില്ലേ? അപ്പച്ച, അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെയുള്ള തിരിച്ചറിവിന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിർമ്മലും സ്നേഹാമോളും പിറവിത്തിരുന്നാളിന് ഡാഡിയോടും മമ്മിയോടുമൊപ്പം പള്ളിയിൽ പോകുവാനും കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അതിയായി കൊതിച്ചിരിക്കുക. നാളെ ഞങ്ങൾ പോകുന്നത് അവരെയും കൊണ്ടാ. പിന്നെന്താ? മക്കളെ, പൈതൃകമായി നമുക്ക് കിട്ടിയ വിശ്വാസം പുതിയ തലമുറയ്ക്ക് നമ്മൾ കൈമാറണം. നിങ്ങളുടെ പ്രവർത്തികൾ കണ്ടുപഠിച്ചാണ് നിങ്ങളുടെ മക്കൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. മതവിശ്വാസവും സ്നേഹക്കൂട്ടായ്മയും ലോകത്ത് മന്ദീഭവിച്ചുകൊണ്ടിരിക്കും. ഫലമോ തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും അനുദിനം നമ്മുടെ ജീവന് ഭീഷണിയാകും. വേദാന്തവും സുവിശേഷവും കേൾക്കാനുള്ള സമയമല്ല. എന്തു പറഞ്ഞാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത പരിപാടികളിൽ നിന്ന് പിന്നോട്ടില്ല. ഞങ്ങളോട് ആലോചിച്ചിട്ടല്ലോ
ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തതും മറ്റുള്ളവരെ വിളിച്ചുകൂട്ടുന്നതും? ഇല്ല മോളെ, ആലോചിച്ചില്ല. അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്. പക്ഷേ നിങ്ങൾ ഇത്രയും മാറിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഡാഡി, ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോയാ മതി ഡാഡി, പ്ലീസ്. മമ്മി പ്ലീസ് മമ്മി, നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞ് പോയാൽ മതി മമ്മി. നിങ്ങൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും, മനസ്സിലായോ? അതല്ല ഡാഡി, അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരി സന്തോഷത്തിലാ, അതാ. അതെ മമ്മി, വലിയ ക്രിസ്മസ് കേക്ക് ഓർഡർ ചെയ്തു, ഒത്തിരി പടക്കങ്ങളും അലങ്കാരങ്ങളും വാങ്ങി, ഒത്തിരി ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. സ്നേഹ, നിർമ്മൽ, നോ കമന്റ്സ്. ഡാഡി പറഞ്ഞില്ലേ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ടെന്ന്? അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഒരു മാറ്റവുമില്ലേ? നോ, ഞാൻ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ പരസ്പര സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും വളർത്തണം. ഈ ദൗത്യം നിങ്ങൾ മറ്റുള്ളവരിലേക്കും പകർത്തണം. ആൻ്റപ്പാ, 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 നീ നമ്മുടെ ഫോൺ എടുത്ത് ഞങ്ങളുടെ പെൺമക്കളെ വിളിച്ച് നാളെ എത്തേണ്ട എന്ന് പറയും. എന്താ അപ്പച്ച, എന്തു പറ്റി എന്റെ അപ്പച്ചന്? നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെട്ടോടി വരേണ്ട. അവർ അവരുടെ വീടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കട്ടെ. അണയുന്നു ദീപങ്ങൾ മനസ്സിൽ നിന്നുയരുന്ന വിഷാദ കൊടുങ്കാറ്റിൽ പൊലിയുന്നു ജീവിതം. ഉപഭോഗ സംസ്കാര കഴുകന്റെ ചിറകടി ശബ്ദത്തിൽ അലിയുന്നു അഭിലാഷമന്ത്യമാ.